ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു രേണു സുധിക്ക് ക്യാൻസർ ആണെന്നും താൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രേണു തന്നെ രംഗത്ത് വന്നത്. ഇതുവരെ ആരോടും പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ എല്ലാവരോടും പറയണമെന്ന് തോന്നി. മാത്രമല്ല, വീട്ടുകാരോട് എത്ര നാളിത് മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് എല്ലാം വെളിപ്പെടുത്തിയത്. പിന്നീട് പലരും അറിഞ്ഞു തുടങ്ങി. ഇന്ന് ഞാൻ വല്ലാത്ത ഒരു വേദന നിറഞ്ഞ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് രേണു ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ക്യാൻസറിന്റെ 3ാമത്തെ സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ അത്യധികം കഠിനവുമാണ്. ഇപ്പോഴിതാ കീമോ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ശരീരത്തിൽ പിക്ക് ലൈൻ ഇട്ടതായി രേണു അറിയിച്ചിരിക്കുകയാണ്. ശരീരത്തിൽ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല വേദനയുണ്ട്. തന്റെ മുടിയൊക്കെ മുറിച്ചതിന് ശേഷമുള്ള രേണുവിന്റെ ചിത്രമാണ് രേണു ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നല്ല വേദനയുള്ളപ്പോൾ ഞാൻ കിടക്കയിൽ കിടന്ന് സ്വയം പാട്ടുപാടി ആശ്വസിക്കാറുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും രേണുവിന് നൂതന ചികിത്സയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കീമോ ചികിത്സ തുടങ്ങിയതുകൊണ്ട് തന്നെ മുടി മുറിച്ച് ആകെ അവശയായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രേണുവിനെ കാണാൻ കഴിയുന്നത്. എത്രയും വേഗം തന്നെ അസുഖമെല്ലാം ഭേദമാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ഒരുപാട് പേർ രേണുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമന്റുമായി വരുന്നത്. ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പലരും രേണുവിന് പിന്തുണയുമായിട്ടാണ് എത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ഒരിക്കലും മനസ്സ് തളരരുത് ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് പല ആളുകളും രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യുന്നതും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.